ഇന്നെന്തിവിടെ? സുരഭി എവിടെ നിൽക്കുമായിരുന്നു? ഞാൻ എത്ര നേരം മുറി വെയിറ്റ് ചെയ്തു. അതിന് നമ്മൾ രാവിലെ കണ്ടില്ലേ? രാവിലെ കണ്ടതാണ്. പക്ഷേ ആ കാണല്ലേ ഈ കാണും. പിന്നെ ഇതെന്തുവാ? ഇച്ചിരി കൂടെ കൂടിയ കണ്ട. അയ്യോ, ആരെങ്കിലും കാണുണ്ടാ? ആരെങ്കിലും കണ്ട എന്താ കുഴപ്പം? എന്ത് പറ്റി? ഇതാണ് തന്റെ കുഴപ്പം. ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് വരുമ്പോഴേക്കും നീ ചുമ്മാ അലമ്പാക്കളെ. പോണീച്ച്. അല്ല, ഇന്ന് എന്തെത്ര സ്നേഹം? ഇന്നെന്തെത്ര സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സുരഭി എടുത്ത് എല്ലാ ദിവസവും സ്നേഹമുണ്ട്. പക്ഷെ ഇങ്ങനെ എല്ലാ ദിവസവും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതങ്ങനെ. പിന്നെ എന്തോന്ന് ഇവിടെ അടുക്കള കൃത്യം? അയ്യോ, എനിക്ക് കുറെ ജോലിയുണ്ട്. അണ്ണാ പോയാണ്. കിഴങ്ങ് കറി വെക്കണം, തേങ്ങ തിരുവണം, ഒരുപാടുണ്ട്. അണ്ണാ പോ. കിഴങ്ങ് കട്ടിയിലാണോ? വേണ്ട, ഞാൻ ചെയ്തോളാം. എനിക്കറിയാം ഞാൻ ചെയ്യൂന്ന്. ഞാൻ കട്ടി വേണ്ട അണ്ണാ, ഞാൻ കട്ടി വേണ്ട. നിനക്കിന്ന് എവിടെയും പോണ്ടേ? ഇന്ന് പോണ്ട ഏട്ടത്തി. നീ എന്താ ഇവിടെ? സുരഭിക്ക് കിഴങ്ങ് എരിഞ്ഞു കൊടുക്കാൻ വേണ്ടി സഹായിക്കും. നിനക്ക് കിഴങ്ങ് എറിയാനൊക്കെ അറിയോ? ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്ന ഏട്ടൻ. ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കാം. എടുത്ത് വെള്ളം കുടിച്ചോ? അതെ, കുടിക്കുക. കുടിക്കും. അപ്പോഴേ നിങ്ങളുടെ അരിയിൽ നടക്കട്ടെ. ശരി. ഞാൻ പറഞ്ഞ ആരെങ്കിലും വരുമെന്ന്. ആരെങ്കിലും വന്നതന്നെ എന്താ കുഴപ്പം? നമ്മൾ ഭാര്യ ഭർത്താവല്ലേ, നല്ലത് വേറെ ആരും അല്ലല്ലോ. എന്താ ചിരിക്കുന്നു? പറ, ചിരിക്കുന്നുണ്ട്? ഒന്നുമില്ല. അങ്ങനെ പറ. വായിക്കായിരിക്കും. അല്ല, ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. എന്താ നീ വന്ന് ചിരിക്കുന്നതിന്റെ കാര്യം പറഞ്ഞു? ചന്തയിൽ പോയിട്ട് വരായിരുന്നു. ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു കൊച്ചമ്മ. നമ്മള് പുറം പണിക്ക് ഈ ഭാഗത്തെ പണിയും കൂടെ ചെയ്തോണ്ടിരിക്കും. പുറം പണിക്ക് പെട്ടെന്നൊക്കെ ഓടി വന്ന് എനിക്കും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളെ പുറം പണിക്ക് വേറെ ആരെങ്കിലും വേണോ കൊച്ചമ്മ? അതിനും മാത്രം പുറംപണി എന്തോ ആണാവോ ഇവിടെ ഇരിക്കുന്നത്. നിനക്ക് ചെയ്യാനുള്ള പണി പോലും ഇല്ലല്ലോ. ഞാനത് ചിന്തിച്ചു. അപ്പൊ അകത്തെ പണിക്ക് ആരെങ്കിലും വേണോ? അകത്തെ പണി നന്നായിട്ട് ചെയ്യുന്നവര് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് നിർത്താം. എന്റെ കയ്യിൽ ആളുണ്ട്. പാവപ്പെട്ട വൃത്തിയും വെടുപ്പുള്ളൊരു ശാലീനിയായ ഒരു പെൺകുട്ടിയുണ്ട്. വിളിക്കല്ലേ ഞാൻ. എത്ര ശമ്പളം കൊടുക്കും കൊച്ചമ്മ? നിനക്ക് തരുന്ന അതേ ശമ്പളം അതിനും കൊടുക്കാം. അത് മതിയാവും. അതിന്റെ ആവശ്യം വരും. മതിയല്ലോ. പിന്നെ അകത്തെ പണി എന്ന് പറയുമ്പോ എന്തൊക്കെ ചെയ്യേണ്ടി വരും? അകത്തെ പണി എന്ന് പറയുമ്പോ ഇപ്പൊ നീ എന്തൊക്കെ പണി ചെയ്യുന്നോ അതെല്ലാം അവളും ചെയ്യണം. അല്ല, ഞാൻ ആലോചിക്കാണ്, അകത്തെ പണി അവളും കൂടെ ചെയ്യണമെങ്കിൽ എനിക്ക് പിന്നെ എന്ത് ജോലിയുണ്ട് അകത്ത്? അത് തരാം. ഒരു കാര്യം ചെയ്താൽ മതി, നീ അങ്ങ് രാജിവെച്ചു. അവള് നിൽക്കട്ടെ. പാവം ശാലീനയായ പാവപ്പെട്ട കൊച്ചി. എനിക്ക് കേട്ടപ്പോ ഒരു വിഷമം, സത്യം പറഞ്ഞ. എനിക്ക് തോന്നി ഇത് കറങ്ങി തിരിഞ്ഞാകുമ്പോൾ എന്റെ നെഞ്ചത്ത് തന്നെ വരുമെന്ന് തോന്നിയല്ലേ? എന്ത് ചെയ്യാൻ പറ്റും? അല്ലാതെ വേറെ നിവർത്തിയൊന്നുമില്ല. കണ്ടതൊക്കെ വേണ്ടിട്ട് ഞാൻ എന്റെ ജോലി ഒന്ന് കളയുന്നത്. എന്താ ചെയ്യുന്നത്? അതാണ് ഞാനും പറഞ്ഞത്. ആ കുട്ടി അവിടെ തന്നെ നിൽക്കട്ടെ. എവിടെ നിൽക്കുന്നോ അവിടെ തന്നെ തുടർന്ന് നിൽക്കട്ടെ. ഞാനിവിടെ തന്നെ നിന്നോളാം. പിന്നെ അതിൽ ഏറ്റവും നല്ലത്. അല്ല, ഇപ്പൊ അവളില്ലെങ്കിൽ നീ ഇവിടെ തന്നെ നിൽക്കുക. പിന്നെ എന്റെ എല്ലാ ആവശ്യം. അല്ല, അവളെ നിനക്ക് നിർത്തണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിലേ കാര്യം. ഇല്ല, എന്റെ ജോലി കളഞ്ഞിട്ട് ഒരു ഞാൻ അങ്ങനെ ഇവിടെ നിന്ന് ഒഴിയുന്നുമില്ല. പറഞ്ഞിട്ടാലും പോകും. ഒരു ചിരി. എനിക്ക് ഏട്ടനെ കണ്ടിട്ട് സഹതാപം തോന്നുന്നു. അല്ല, ഇത്ര സുന്ദരിയായ ഒരു ഭാര്യ ഇവിടെ ഉണ്ടായിട്ടും അവളെ പ്രേമിക്കാതെ ഈ ലാപ്ടോപ്പിനെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന ഏട്ടനെ കണ്ട പിന്നെ എനിക്ക് സഹതാപമല്ലേ തോന്നേണ്ടത്? ലാപ്ടോപ്പിന്റെ കാര്യം പറഞ്ഞത് മനസ്സിലായി. ഈ സുന്ദരിയായ ഭാര്യ എന്ന് പറഞ്ഞ ആരോ ഉദ്ദേശിച്ച? അവളുടെ പേര് ലക്ഷ്മി മേനോൻ എന്നാ. മനസ്സിലായോ? ആ കുട്ടി അത്ര വലിയ സുന്ദരി ഒന്നല്ല, ഒരു ആവറേജ്, അത്രേ ഉള്ളൂ. അതെയോ? ബിലോ ആവറേജ് ആയ നിങ്ങൾക്ക് എന്നെ പോലൊരു ആവറേജ് പെണ്ണിനെ കിട്ടിയത് തന്നെ ധാരാളം. ഇനിയിപ്പോ സുന്ദരിയെ കിട്ടിയിട്ട് എന്തിനാ? ലാപ്ടോപ്പിനെ പ്രേമിച്ചോണ്ടിരിക്കാനല്ലേ ഏട്ടന് ഇഷ്ടം? അതെ, എന്താ നിന്റെ ഇന്നത്തെ പ്രശ്നം? ഏട്ടന്റെ ഈ ആറ്റിറ്റ്യൂഡ് തന്നെ പ്രശ്നം. 2024 കഴിഞ്ഞ് 2025 എന്നിട്ടും ഏട്ടന് യാതൊരു മാറ്റവും ഇല്ല. നിങ്ങളുടെ അനിയനെ കണ്ടുപിടിക്ക. അവര് ഏത് സമയത്ത് എന്തൊരു റൊമാൻസാ, കൊതിയാവും കാണുമ്പോ. അയ്യേ, എന്തോന്ന് ലക്ഷ്മി, നീ എന്തിനിങ്ങനെ അവന്റെ റൊമാൻസ് ഒക്കെ പോയി ഒളിഞ്ഞു പോയിക്കൊണ്ടിരിക്കണം? ഞാൻ ഒളിഞ്ഞു നോക്കാൻ പോയതൊന്നല്ല, പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കളയിൽ പോയപ്പോ ഞാനൊന്നും അറിയാതെ കണ്ടതാ.
കൂടിനൊക്കെ വാഴൂ അടുത്ത് വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ പോയി. ഇവിടെ ഇരുന്ന്. ഇവിടെ ഇരി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.